കാനഡ പ്രധാനമന്ത്രി മാർക്ക് കാർണി വരാനിരിക്കുന്ന മാർച്ചിൽ ഇന്ത്യ സന്ദർശിക്കുമെന്ന് കാനഡയിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷണർ ദിനേശ് പട്നായിക് സ്ഥിരീകരിച്ചു. 2 വർഷത്തോളമായി നിലനിന്നിരുന്ന നയതന്ത്ര പ്രതിസന്ധികൾക്ക് ശേഷം വ്യാപാര സാങ്കേതിക മേഖലകളിൽ വൻ കുതിച്ചുചാട്ടം ലക്ഷ്യമിട്ടിട്ടുള്ളതാണ് ഈ സന്ദർശനം. യുറേനിയം വിതരണം മുതൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വരെയുള്ള സുപ്രധാന മേഖലകളിൽ കരാറുകൾ ഒപ്പിടാൻ സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. അമേരിക്കയുമായുള്ള വ്യാപാര തർക്കങ്ങളും ട്രൂഡോ ഭരണകൂടത്തിന്റെ താരിഫ് ഭീഷണികളും നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇന്ത്യയെ പോലെയുള്ള വലിയ സാമ്പത്തിക ശക്തികളുമായി സഖ്യം വിപുലീകരിക്കാനാണ് കാർണി ശ്രമിക്കുന്നത്. ഇന്ത്യയുടെ ആണവോർജ്ജ മേഖലയ്ക്ക് കരുത്തു പകർന്ന 10 വർഷത്തെ യുറേനിയം വിതരണ കരാറാണ് ഈ സന്ദർശനത്തിലെ ഏറ്റവും പ്രധാന ആകർഷണം. ഏകദേശം 2.8 ബില്യൺ കനേഡിയൻ ഡോളർ മൂല്യമുള്ള ഈ കരാർ ഇന്ത്യയുടെ ഊർജ്ജ ആവശ്യങ്ങൾക്ക് വലിയ പിന്തുണയാകും. അന്താരാഷ്ട്ര ഊർജ്ജ ഏജൻസിയുടെ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ച ഇന്ത്യക്ക് യുറേനിയം നൽകാൻ കാനഡ സന്നദ്ധത പ്രകടിപ്പിച്ചിട്ടുണ്ട്. കാനഡയുടെ ഊർജ്ജ മന്ത്രി ടിം ഹോഡ്സൺ ഈ ആഴ്ച ഇന്ത്യ സന്ദർശിക്കുന്നത് പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന് മുന്നോടിയായുള്ള ഒരുക്കങ്ങൾ വിലയിരുത്താനാണ്. എണ്ണ, പ്രകൃതിവാതകം, പരിസ്ഥിതി സൗഹൃദ ഊർജ്ജ സ്രോതസ്സുകൾ എന്നിവയിലും പുതിയ ധാരണാപത്രങ്ങൾ ഒപ്പിടും. പരമ്പരാഗത വ്യാപാരത്തിന് പുറമെ ആധുനിക സാങ്കേതിക വിദ്യകളിലും ഇരു രാജ്യങ്ങളും കൈകോർക്കും. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് എന്നീ മേഖലകളിൽ സംയുക്ത ഗവേഷണത്തിനും നിക്ഷേപത്തിനുമുള്ള കരാറുകൾ മാർക്ക് കാർണിയുടെ സന്ദർശന വേളയിൽ ഒപ്പിടുമെന്ന് പട്നായിക് വ്യക്തമാക്കി. വിദ്യാഭ്യാസം, സംസ്കാരം എന്നീ മേഖലകളിലെ സഹകരണം മെച്ചപ്പെടുത്തുന്നതിലൂടെ ഇരു രാജ്യങ്ങളിലെയും ജനങ്ങൾ തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്താനും നീക്കമുണ്ട്. കാനഡയിലെ ഇന്ത്യൻ വിദ്യാർത്ഥികളുടെയും പ്രവാസികളുടെയും സുരക്ഷയും ക്ഷേമവും ചർച്ചകളിൽ ഇടം പിടിച്ചേക്കും. മുൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയുടെ കാലത്ത് സിഖ് വിഘടനവാദി നേതാവിന്റെ കൊലപാതകത്തെ ചൊല്ലി ഇന്ത്യയും കാനഡയും തമ്മിലുള്ള ബന്ധം കടുത്ത പ്രതിസന്ധിയിലായിരുന്നു. എന്നാൽ 2025 മാർച്ചിൽ മാർക്ക് കാർണി അധികാരമേറ്റതോടെ ഈ പിരിമുറുക്കം കുറഞ്ഞതായാണ് വിലയിരുത്തൽ. കഴിഞ്ഞ വർഷം കാർണിയുടെ ക്ഷണം സ്വീകരിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി G7 ഉച്ചകോടിയിൽ പങ്കെടുത്തത് ബന്ധം മെച്ചപ്പെടുത്തുന്നതിന്റെ ആദ്യ സൂചനയായിരുന്നു. പഴയ നയതന്ത്ര തർക്കങ്ങൾ മാറ്റിവെച്ച സാമ്പത്തിക താൽപര്യങ്ങൾക്ക് മുൻഗണന നൽകാനാണ് കാർണി ആഗ്രഹിക്കുന്നത്. ഇന്ത്യയുമായുള്ള സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാറിന്റെ ഔദ്യോഗിക ചർച്ചകൾ മാർച്ചിൽ ആരംഭിക്കും. 2030ഓടെ ഉഭയകക്ഷി വ്യാപാരം 50 ബില്യൺ ഡോളറിൽ എത്തുക എന്നതാണ് ഈ കരാറിലൂടെ ലക്ഷ്യമിടുന്നത്. വ്യാപാര രംഗത്തെ പ്രതിസന്ധികൾ നീക്കി നിക്ഷേപം എളുപ്പമാക്കാൻ ഇത് സഹായിക്കും. പഴയ നിയമങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ക്രമം അവസാനിച്ചുവെന്ന് കഴിഞ്ഞ ആഴ്ച ദാവോസിൽ കാർണി പ്രസംഗിച്ചിരുന്നു. അമേരിക്കയുടെ ഉയർന്ന താരിഫ് ഭീഷണികൾക്കിടയിൽ കാനഡയുടെ തന്ത്രപരമായ സ്വയം ഭരണത്തിനാണ് അദ്ദേഹം പ്രാധാന്യം നൽകുന്നത്.